എന്നാൽ ഇത് ആരടാ ഇതിന്റെ ചില്ല് തീർത്തത്? ആർക്കറിയാം? വല്ല തേങ്ങ വല്ല വീണായിരിക്കൂ. പിന്മാതൽ നിയമനമായിരുന്നു. PSC എഴുതാതെ പുള്ളി ജോലിക്കുന്നത് മനസ്സിലാണോ? ഇപ്പൊ അതാണോ നിന്റെ പ്രശ്നം? എടാ ചില്ല് തകർത്താരെന്ന് പറ. അണ്ണന്റെ പറഞ്ഞ കേട്ടോ, ഞാൻ താർത്ത പോലെയാണല്ലോ. ശമ്പളം കിട്ടാനുള്ള ആരെങ്കിലും തകർത്താണെങ്കിലോ? അങ്ങനെയാണ് എല്ലാ ഡിപ്പോയിലും ഇപ്പൊ പൊട്ടി കാണുമല്ലോ. ഇവിടെയാണ് ഉദ്ഘാടനമെങ്കിലോ ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കൂലേ? പോലീസ് വരും, പോലീസ് വരും. നമസ്കാരം സാറേ. ഇവിടെ ഇങ്ങനെ സംഭവം ആദ്യമായിട്ടാ. അതിന് അല്ല, സർക്കാർ ബസ്സല്ലേ പൊട്ടിച്ചനെ പിടിക്കണം സാറേ. അതിനാണല്ലോ ഞങ്ങളോട് വന്നിരിക്കണേ. അതെ. ഇത് കൗടി തരത്തിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇല്ല സാർ. ചോദ്യം ചെയ്യണം. ആയിക്കോട്ടെ. ബസിന്റെ ചില്ലുകളാണ് എറിഞ്ഞു പൊട്ടിച്ചിട്ടേക്കുന്നത്. ഇതൊന്നും മാറ്റി മൂളിന്ന് വിളി വരും. ആരെങ്കിലും പൊട്ടിച്ചേ? ഞങ്ങളല്ല സാർ. ബഹുവചനം വേണ്ട. ഒറ്റ എണ്ണത്തിന് വെറുതെ വിളിയാ എല്ലാത്തിനും വെക്കും. സാറേ, ഞങ്ങളെ KSRTC സ്റ്റാഫുകളാണ്. സ്റ്റാഫല്ലേ? അല്ലാണ്ട് KSRTC ഓണറൊന്നുമല്ല. അതല്ല, എനിക്ക് എല്ലാവരും സംശയമുണ്ട്. പുള്ളിക്ക് സ്വന്തം ഭാര്യ ഒരു സംശയമുള്ള ആളാണ് സാർ. ചില്ല് ഇത് മണത്ത് കഴിഞ്ഞാൽ ആരാന്നറിയാൻ പറ്റും. എനിക്കതല്ല ഡൗട്ട്. ഇനി കൽക്കണ്ട വന്ന് പറഞ്ഞ് പിള്ളേർ തിന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തിന്നു. കൂട്ടും. ഈ ചില്ല് പൊട്ടിച്ചവനെ മണിച്ചിത്രായിട്ട് പൂട്ടും. എറിഞ്ഞവനും പൂട്ടും, കൂട്ടുന്നവനും പൂട്ടും, കൈവലം കിട്ട് പൂട്ടും. ചില്ല് പൊട്ടി ശബ്ദം ആദ്യം കേട്ടതാരാ? ഞങ്ങൾ കേട്ടില്ല. ഞങ്ങളല്ല സാർ. നിങ്ങളൊക്കെ പൊട്ടന്മാരാണ്. പൊട്ടന്മാരല്ല, പക്ഷെ ഞങ്ങൾ കേട്ടില്ല സാർ. കേട്ടില്ല? ഇല്ല. ഞങ്ങൾ ചായ കുടിക്കാൻ പോയ സമയത്താണ് സംഭവം നടന്നേക്കുന്നത്. അതെ സാർ. ഓഹോ, പ്രതിക്ക് കൃത്യം ചെയ്യാൻ അവസരം ഒരുക്കി നിങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് മാറി കൊടുത്തു ഞാൻ പറഞ്ഞാൽ സാറിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും. കൊടുക്ക് സാർ. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രതിയെ കിട്ടണം, അത്രല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ CCTV. അവിടെ ഉണ്ട്. ആഹാ, പേടിക്കണ്ട. പ്രതിയെ കിട്ടി കഴിഞ്ഞു. ഉറപ്പിച്ചോ? എടാ, പ്രതിയെ കിട്ടാം. ഇവിടെ വെച്ചില്ലെങ്കിൽ എവിടെ വെച്ച് വേണോ കിട്ടാം. പക്ഷെ നിന്നെ ഒരിക്കലും ഇവിടെ വെച്ച് പിടിക്കാൻ പാടില്ല. നിന്നെ നാട്ടുകാരെ മുന്നിട്ട് പിടിക്കണം. അത് എന്തിനാണ്? എടാ കോപ്പെ, നിന്നെ ഇവിടെ ഇട്ട് പിടിച്ചാൽ ആരറിയാൻ? ചാനലിൽ കൂടെ ആൾക്കാരെ അറിയില്ലേ? എടാ, നീ നാറിയത് നിന്റെ നാട്ടുകാരെ മുന്നിലല്ലേ? അപ്പം നമ്മൾ ഇവിടെ വെച്ച് പിടികൊടുത്ത ഒരു ഗുമ്മ് കാണൂല. നാട്ടുകാരുടെ മുന്നിലൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഇമ്പാക്ട് ഒക്കെ കിട്ടി. ഒരു രക്ഷയില്ല. അത് വേണ്ടേ? മനസ്സിലായി. യു ആർ വെരി ബ്രില്യന്റ് വൈശാഖ. നമുക്ക് ബസ്സിൽ പോവാം. ബൈക്ക് ഇവിടെ കിട്ടും. ടിക്കറ്റ് ആരെടുക്കും? നീ എടുത്താൽ അന്ന് ഒട്ടും താമസിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ. സ്വന്തം വകുപ്പിലെത്താലും ബസ് സംരക്ഷിക്കാൻ പറ്റാത്ത ഇദ്ദേഹമാണോ നാട് സംരക്ഷിക്കാൻ നടക്കുന്നത്? ഇദ്ദേഹം മന്ത്രിയാണെന്ന് പറയാൻ നമുക്ക് ലജ്ജ തോന്നുന്നു. പറ്റില്ലെങ്കിൽ വേറെ പണിക്ക് പോകാൻ പറ. വൈശാഖ, നിന്റെ എക്സ്പീരിയൻസിൽ ഈ റിമാൻഡ് എത്ര ദിവസം വരും? 14 days. ഓ, അപ്പൊ 14 ദിവസത്തെ ഡ്രസ്സ് നമ്മൾ കരുതിയാൽ മതിയില്ലേ? കളർ ഡ്രസ് ഇടാൻ പറ്റുമോ? നീ എന്താ ട്രിപ്പ് പോണ അവിടെ? ജീവിതം തന്നെ ട്രിപ്പല്ലേ വൈശാഖ? എൻജോയ്. ബസ്സിന്റെ കല്ലെടുത്ത സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പ്രതിഷേധം അലയടിക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണത്? കണ്ടാടാ, നിന്റെ ഒറ്റ എറിയിൽ കേരളം നിന്ന് കത്തുന്ന കണ്ടാ. കത്തട്ടെ, എല്ലാം കത്തി നശിക്കട്ടെ. ചരിത്രത്തിൽ നമ്മുടെ രണ്ടുപേരുടെ പേരുകളും രേഖപ്പെടുത്തണം. നിന്റെ പേര് മതി, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇല്ല, നിന്റെ പേരുണ്ട്. വിനോദ, വൈശാഖ, നിന്റെ പേരുണ്ട്. നിർബന്ധിക്കരുത്. ഇവനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടായിരുന്നു. പുല്ല്. കേരളത്തിലെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവിനെ പണി പഠിപ്പിക്കണ്ട. പ്രതിയെ നമ്മളുടൻ കസ്റ്റഡിയിൽ എടുക്കും. മിടുക്കന്മാരായിട്ടുള്ള പോലീസുകാര് കേരള പോലീസിലുണ്ടല്ലോ.